രാത്രി ഇപ്പോൾ ഉറക്കമൊക്കെ കണക്കായതുകൊണ്ട് നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ വെയിൽ ഉച്ചിയിൽ ഉദിച്ചു. അങ്ങനെ മാധുവിന് ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്ത് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ആൻറ്റി നമുക്കൊരു ചായ തന്നു. രാവിലെയും വൈകുന്നേരവും ചായ കുടിച്ചില്ലെങ്കിൽ എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പണ്ട് ഞാനങ്ങനെ ചായ കുടിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. എന്നാലും ഇപ്പം നന്നായിട്ട് ചായ കുടിക്കാൻ തുടങ്ങി. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ. അതില്ലെങ്കിൽ എന്തോ പോലെയാണ്. പക്ഷേ ഞാനൊരു കോഫി ലവറാണ്. കഫെയിൻ കൂടുതലായതുകൊണ്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ടും ഞാനിപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ കോഫി കുടിക്കാറുണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരം ഞാൻ എപ്പോഴും ഇവനെ തിരിഞ്ഞു നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചെക്കൻ ഭയങ്കര അറ്റൻഷൻ സീക്കറാണ്. അതെ, നമ്മളൊന്നും സംസാരിക്കാനോ നമ്മളൊന്നും മിണ്ടാതിരിക്കാനോ പറ്റൂല. അവനോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ഉണ്ടോ? കേട്ടോ? ഇത് തന്നെ. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൈയും കാലും അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. പക്ഷെ അതൊന്നുമല്ല, അറ്റൻഷൻ അത് മുഖ്യം വെക്കില്ലേ. എൻ്റെ വർത്താനം കളിപ്പീരും ഒന്നും സഹിക്കാൻ വയ്യാതെ അവൻ കാലുകൊണ്ട് വരെ കൈ കൂപ്പി. കാലുകൊണ്ട് എങ്ങനെ കൈ കൂപ്പും? അതാ കണ്ടില്ലേ, കാലുകൊണ്ട് വരെ കൂപ്പി തൊഴുതു. അത് തന്നെ. ഒന്നിറങ്ങി പോകാമോ എന്ന ധീരമായ രോദനം എനിക്ക് അവൻ്റെ മുഖത്തു നിന്നും എക്സ്പ്രഷനിൽ നിന്നും മനസ്സിലാക്കിയ ഞാൻ എന്ത് ചെയ്തു? ബുദ്ധിപൂർവ്വം പുറത്തേക്കിറങ്ങി. അതെ, പുറത്തോട്ടിറങ്ങി രണ്ട് ഉലാത്തി അവൻ ആകാശവും പച്ചപ്പും ഒക്കെ കണ്ടു. പച്ചപ്പെന്ന് പറഞ്ഞാൽ കാട് തന്നെയാണ് കേട്ടോ, ചെടികളൊന്നും അധികം ഇല്ല. ഞാൻ നാട്ടിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നല്ല രീതിയിൽ ഗാർഡനിങ് ചെയ്യണമെന്നാണ് വിചാരിച്ച് വന്നത്. അന്ന് മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ആകെ 10 മണിച്ചെടി അല്ലാതെ വേറെ ഒന്നും എനിക്ക് നടാൻ സാധിച്ചില്ല. എന്ത് ചെയ്യാനാ പുള്ളേ, ഒക്കത്തൊരു പുള്ള ഇരിക്കുമല്ലേ. അവൻ്റെ നടത്തമെല്ലാം കഴിഞ്ഞിട്ട് അവന് മരുന്ന് കൊടുക്കണം. ഞാൻ വോയിസ് ഓവർ ചെയ്തോളാടാ. ഓക്കെ, മരുന്നൊക്കെ കൊടുക്കണം. മരുന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു അബദ്ധം കൊണ്ടാണ് പനി പിടിച്ചത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ന്യൂലി പേരൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അറിയാനുള്ള സാധ്യത ഞങ്ങളെപ്പോലെ കുറവായിരിക്കും. അങ്ങനെ മരുന്ന് പൊടിയെല്ലാം കഴിഞ്ഞ് കുളിപ്പിക്കുകയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറക്കമാണ് പതിവ്. ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങുക എന്ന ആ അജണ്ട ഇവിടെ നടക്കില്ല. കാരണം ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും.